നെയ്യാറ്റിൻകരയിൽ പീഡനശ്രമം ചെറുത്തതിന് ഭിന്നശേഷിക്കാരനായ യുവാവിന് നേരെ അതിക്രൂരമായ മാരകമായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനിഷ്ഠുരമായ രീതിയിലുള്ള ആക്രമണമാണ് യുവാവിന് ഉണ്ടായിരിക്കുന്നതെന്ന് യുവാവിന്റെ അമ്മ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ വൈകിട്ട് ഇവിടുന്ന് കളിക്കാൻ പോയപ്പോഴത്തേക്ക് മോനെ 10 മണിയായപ്പം 12 മണിയായിട്ട് മോനെ കാണാനില്ല. ഞാൻ ഇവിടെ നിന്ന് എല്ലാവരും ചോദിച്ചപ്പം കണ്ടവരാരും ഇല്ല, അവരാരും അന്വേഷിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് കുട്ടിയെ ടീമിറ്റ് പെൺകുട്ടിയെ ടീമിറ്റ് എനിക്ക് പോകാനെടുക്കാനൊന്നും ആരുമില്ല അന്വേഷിക്കാനൊന്നും. അതുകൊണ്ട് ഞാൻ നോക്കി ഇരുന്നിട്ട് ഒരു കണ്ടില്ല. രാത്രി എല്ലാം ഉറക്കൊഴിഞ്ഞ് നോക്കിയിരുന്നിട്ട് രാവിലെ പുലർച്ചയ്ക്ക് 5:15 മണിയായപ്പോൾ വീട്ടിൽ വന്ന് രക്തത്തിൽ കുളിച്ച് തുണി വസ്ത്രമൊന്നും ഇല്ലാതെ. അങ്ങനെ ഞാൻ എന്തെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഞാൻ നിർബന്ധിച്ച് ചോദിച്ചപ്പോഴത്തേക്കാണ് ഇങ്ങനെ സംഭവങ്ങൾ പറഞ്ഞത്. പിന്നെ ഞാൻ എടുത്തുകൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ കൂടി കേസൊക്കെ കൊടുത്ത് പോലീസായിട്ടൊക്കെ വന്ന് അവർ ചോദിച്ചപ്പോൾ എല്ലാ സംഭവങ്ങളൊക്കെ പറഞ്ഞു. കളിക്കാൻ പോയെടുത്ത് റെംസിയും വേറൊരു കുട്ടിയായിട്ട് വന്നെടുത്ത് ഇതിനെ സ്കൂട്ടിയിൽ പോയി ബെൻബയിൽ കൊണ്ടുവന്നിട്ട് ആളില്ലാത്ത വീട്ടിൽ കൊണ്ടുവന്നിട്ട് മർദ്ദിച്ച് പീഡന കേസിനൊക്കെ അവന്മാർ പറഞ്ഞപ്പോൾ അതിലൊന്നും വഴങ്ങിയില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരുന്നു. പിടിച്ചോണ്ട് പോയതോ സ്കൂട്ടിയിൽ ഊരിട്ടല്ലേ നമുക്ക് വെൺപകൽ കളിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂട്ടിയിൽ ഒരു ചെറുക്കൻ വന്ന് വെൺപകൽ കൊണ്ടുപോയാണ് ഞാൻ അവിടെ വെച്ച് സംഭവിച്ചത്. വീട്ടിൽ കൊണ്ടുപോയി അവൻ്റെ വീട്ടിൽ ആളില്ലാത്ത അടുത്ത് വെച്ച് കൊണ്ടുപോയി റൂമിൽ കെട്ടിയിട്ടിട്ട് മൊത്തം റിസൊക്കെ അഴിച്ച് പറക്കി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞില്ല. അപ്പം ഇന്നാണ് അവൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ വൃത്തിയിട്ട വാക്കുകളൊക്കെ അവന്മാരെ ഉപയോഗിക്കാനൊക്കെ പറഞ്ഞു. അത് അവൻ വഴങ്ങാത്തത് കൊണ്ടാണ് അവനെ ഇത്രയും പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൽ അവൻ വഴങ്ങാത്തത് കൊണ്ടാണ് കസേരയിൽ 2 കാലും കൈയും കെട്ടിയിട്ട് ഇഷ്ടംപോലെ അടിയിടിയും കൊടുത്ത് കുഞ്ഞിനെ തലയിൽ കുറേയൊക്കെ വെട്ടിയും മീശയും താടിയൊക്കെ ഒരു സൈഡൊക്കെ കംപ്ലൈൻറ്റ് പെട്ടിയൊക്കെ എടുത്തത് കത്തിരിയൊക്കെ വെച്ച്. ഇവരെ അറിയുന്ന 2 പേരെ അവനറിയാം, വേറെ 2 പേരെ ഇവനറിയില്ല. അവനുമായിട്ട് കമ്പനിയില്ല. റെംസിയുടെ കൂടി കമ്പനിയായിരുന്നു. ഇവനാണ് ഇതത്രയും ഒറ്റയ്ക്ക് കൊടുത്തത്. കുഞ്ഞിന് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതായത് ഓട്ടിസം ഉള്ളതാണ്. ഈ ഓട്ടിസം ഉള്ള കുഞ്ഞിനെയാണ് ഇവർ തട്ടിക്കൊണ്ട് പോലീസിന് പരാതി കൊടുത്തു. പോലീസ് എല്ലാം അന്വേഷിച്ചപ്പോഴത്തേക്ക് പോലീസ് എല്ലാവരുമായിട്ടൊക്കെ വെൺപകൽ പോയി വീട് അവിടെ എല്ലാം കണ്ടുപിടിച്ചു. അവനെയും കൂടെ കൊണ്ടുപോയി. അവർക്ക് എവിടെയാണ് കാണാൻ പറ്റാത്തതുകൊണ്ട് സ്ഥലം കൊണ്ടുപോയപ്പോൾ അവിടെ എല്ലാം ഉണ്ട്. പയ്യന്മാർ ഒളിവിലാണ്. വീടൊക്കെ അടച്ചു കൂട്ടിയൊക്കെ ഇട്ടിരിക്കുന്നു. അടുത്തുള്ളവരൊക്കെ പറഞ്ഞു ഇതുപോലെ എന്നും ഇവിടെ പ്രശ്നവും കുടിയും അടുത്ത വീട്ടിൽ ഒരു വീടെന്തോ ഉണ്ടായിരുന്നു. അപ്പൊ അവര് പോലീസിന്റെ കൂടി പറഞ്ഞു ഇതുപോലെ കഞ്ചാവും കുടിയൊക്കെ ആണെന്ന് പറഞ്ഞിരുന്നു. വീട്ടിൽ വന്നിട്ടില്ല, കൂടെ ആയിരുന്നു. പീഡിപ്പിക്കാൻ ശ്രമിച്ചു. നേരിട്ടത്. ഭിന്നശേഷിയുടെ ഹോക്കി ടീമിലെ ദേശീയ ചാമ്പ്യൻ കൂടിയാണ് ഈ യുവാവ് എന്നുള്ളതാണ് ഏറ്റവും നടുക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇവരെ ഈ പറഞ്ഞ ക്രിമിനലുകൾ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അതായത് സെക്ഷലി അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയും അത് ചെറുത്തതിന്റെ പേരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണമായി യുവാവിന്റെ അമ്മ തന്നെ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തട്ടിക്കൊണ്ടുപോയി എന്ന് മാത്രമല്ല, യുവാവിനെ ഫുട്ബോൾ കളിക്കാൻ കൊണ്ടുപോകുമെന്ന വ്യാജേന ബൈക്കിൽ കയറ്റിക്കൊണ്ടാണ് ഈ പറഞ്ഞ പ്രതികൾ കൊണ്ടുപോകുന്നത്. തുടർന്ന് കൊടങ്ങാവളിക്ക് സമീപമുള്ള ഒരു വീട്ടിൽ രാത്രിയോടുകൂടി പൂട്ടിയിടുകയും അവിടെ വെച്ച് കസേരയിൽ കെട്ടിയിട്ട് അതിദാരുണമായ രീതിയിൽ വലിയ തടി കൊണ്ടും കമ്പി വടി കൊണ്ടുമൊക്കെ ക്രൂരമായി മർദ്ദിക്കുന്ന, ഒരു പക്ഷേ നെഞ്ച് കലക്കുന്ന രീതിയിലുള്ള, ആരെയും സങ്കടപ്പെടുന്ന രീതിയിലുള്ള അതിനിഷ്ഠൂരമായ ആക്രമണമാണ് യുവാവിന് നേരിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. വൈകുന്നേരം വീട്ടിൽ നിന്നും കളിക്കാൻ ഇറങ്ങിയ യുവാവിനെ രാത്രി ഏറെ വൈകിട്ടും കാണാനില്ലാതെ ആയതോടെ അമ്മ അന്വേഷിച്ചിറങ്ങിയായിരുന്നു. എന്നാൽ സമീപ പ്രദേശങ്ങൾ അന്വേഷിച്ചിട്ടും യുവാവിനെ കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം പുലർച്ചയോടുകൂടി ഏതാണ്ട് 5 മണിയോടുകൂടി ആരോ വന്ന് വാതിൽ മുട്ടുന്നു എന്ന് പറഞ്ഞ് അമ്മ വാതിൽ തുറന്നപ്പോൾ കാണുന്നത് വിവസ്ത്രനായി രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന യുവാവിനെയാണ്. ഉടൻ തന്നെ അമ്മ എടുത്ത് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകുമ്പോഴാണ്, ആ ചികിത്സ തേടുമ്പോഴാണ് അറിയുന്നത് ക്രൂരമായ
പീഡന ശ്രമമാണ് യുവാവിന് നടന്നത് എന്നുള്ളത്. ഒടുവിൽ നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ തന്നെ ഉടനെ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയും ഇവരിൽ നിന്നും മൊഴിയെടുക്കുകയും ചെയ്തു. യുവാവ് പറയുന്ന മൊഴി അനുസരിച്ച് 4 അംഗ സംഘമാണ് ഈ യുവാവിനെ ആക്രമിച്ചെന്നാണ് പറയുന്നത്. അതിൽ യുവാവിന്റെ മൊഴിയിൽ പറയുന്നത് 4 അംഗ സംഘം തന്നെ ബൈക്കിൽ ഫുട്ബോൾ കളിക്കാനായി കൊണ്ടുപോകാമെന്നും അറിയുന്ന, അതായത് കണ്ടാൽ അറിയുന്ന 3 പേരും ഒപ്പം അറിയാത്ത മറ്റൊരാൾ അടങ്ങുന്ന സംഘമാണ് തന്നെ മർദ്ദിച്ചെന്നാണ് പറയുന്നത്. യുവാവിന് നേരിട്ടതാകട്ടെ അതിദാരുണമായ അതിനിഷ്ഠൂരമായ ആക്രമണമാണ് യുവാവിന് നേരിട്ടിരിക്കുന്നത്. ഈ പറഞ്ഞ യുവാവ് പറയുന്ന പ്രതികളിൽ പലർക്കും ഈ മാരകമായ രാസലഹരിയുമായും അതുപോലെ കഞ്ചാവുമായൊക്കെ ബന്ധമുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നെയ്യാറ്റിൻകര പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഭിന്നശേഷിക്കാരനായ യുവാവിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും അത് തടഞ്ഞതിന്റെ പേരിൽ മർദ്ദിക്കുകയും ചെയ്ത ഈ പ്രതികൾക്ക് പലർക്കും പ്രായപൂർത്തിയാകാത്തവരാണ് എന്ന രീതിയിലുള്ള ആരോപണം കൂടി ഉണ്ടാകുന്നുണ്ട്. ആലോചിക്കണം, പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ഈ ഗുരുതരമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രതികൾക്കെതിരെ ഇതിനു മുന്നേയും സമാനമായ രീതിയിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ പ്രായപൂർത്തിയാകാത്തതിനാൽ തന്നെ പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ 4 പ്രതികളിൽ 1-2 പേർക്ക് ഇപ്പോഴും പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി പുറത്തു വരികയാണ്. ആലോചിക്കണം, പ്രായപൂർത്തിയാകാത്ത കുട്ടികളടങ്ങുന്ന സംഘമാണ് 23-കാരനായ ഭിന്നശേഷിക്കാരനായ യുവാവിനെ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയും, അതായത് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും അത് തടഞ്ഞതിന്റെ പേരിൽ തട്ടിക്കൊണ്ടുപോയി ഒരു രാത്രി മൊത്തം വിവസ്ത്രനാക്കി കസേരയിൽ കെട്ടിയിട്ടുകൊണ്ട് മാരകായുധങ്ങളുമായി മർദ്ദിക്കുകയും ബ്ലേഡ് ഉപയോഗിച്ച് ശരീരത്തിൽ ഒന്നാകെ വരഞ്ഞ് വലിയ രീതിയിലുള്ള മുറിപ്പാടുകൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യമെന്ന് പറയുന്നത്. ഇവർക്കെതിരെ നിരന്തരം പരാതികൾ ഉണ്ടായിട്ടും പ്രായപൂർത്തിയാകാത്തതിനാൽ പോലീസിന് യാതൊരു നടപടിയും എടുക്കാൻ പറ്റാത്ത സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നുള്ള ആക്ഷേപവും ഉണ്ടാകുന്നുണ്ട്. നിരന്തരം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്ന ഈ പ്രതികൾക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. കാരണം നാട്ടുകാരുടെ സൗരജീവിതത്തിന് പോലും ഇവരിപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ തന്നെ ആരോപിക്കുന്നത്.